അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ മനോഹരമായ മറ്റൊരു ഫിലിം ഫെസ്റ്റിവൽ കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ സിനിമകളായിട്ടും ഇന്ത്യൻ സിനിമകളായിട്ടും 426 സ്ക്രീനിംഗ് ആണ് ഈ 28ാമത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഇവിടെ നടന്നത്. തിരക്കുകൾ കാരണം അതിൽ എനിക്ക് 7 സിനിമകൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും എനിക്ക് കാണാൻ കഴിഞ്ഞ ആ 7 സിനിമകൾ എനിക്ക് തന്ന അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു. ഈ വർഷം ആദ്യം കണ്ട സിനിമ ജസ്റ്റിൻ ട്രയേറ്റ് സംവിധാനം ചെയ്ത ഫ്രഞ്ച് സിനിമയായ അനാട്ടമി ഓഫ് എ ഫാൾ ആണ്. ട്രെയിലർ കണ്ട് ഒരുപാട് ത്രില്ലടിച്ചാണ് സിനിമയ്ക്ക് പോയത്. പക്ഷേ ട്രെയിലറിൽ നിന്ന് കിട്ടിയ ആ ഒരു ത്രില്ലിംഗ് അനുഭവം സിനിമ കണ്ടപ്പോൾ കിട്ടിയില്ല. എങ്കിലും വളരെ നല്ല സിനിമയായിരുന്നു. സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിൽ സംശയിക്കപ്പെടുന്നു. അവരുടെ അന്ധനായ മകൻ ഏക സാക്ഷിയുമാകുന്നു. ഇതാണ് സിനോപ്സിസ്. ഫുള്ള് ഡയലോഗിന്റെ കളിയാണ്. ഡയലോഗ് അത്രമാത്രം ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ത്രില്ലിംഗ് ആണ് സിനിമ. കോർട്ടൂൺ സീൻസ് ഒക്കെ തുടങ്ങുന്നിടത്താണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മരിക്കാൻ ഒരാൾക്ക് എത്ര എളുപ്പമാണ്. മരണം എല്ലാത്തിന്റെ അവസാനമാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ മരിച്ച ശേഷം മരിച്ച ആളുടെ വേണ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന വേദന, അവർ കടന്നു പോകുന്ന ട്രാജിക് സിറ്റുവേഷൻ, ഇതൊന്നും മരണം സ്വീകരിക്കുന്ന ആൾക്കാർ ഓർക്കാറില്ല. ഇതൊക്കെ കൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ് അനാട്ടമി ഓഫ് എ ഫാൾ. തീർച്ചയായും കാണാൻ നല്ല ഒരു സിനിമ, ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ. ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടുനോക്കും. രണ്ടാമത് കണ്ടത് അധികമാരും യൂസ് ചെയ്യാത്ത സ്റ്റോറി ടെല്ലിങ്ങുമായിട്ട് വന്ന ഒരു ജപ്പാൻ മൂവിയായിരുന്നു മോൺസ്റ്റർ. നല്ല അടിപൊളി പടമായിരുന്നു. ഇതും ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു ഫിലിമാണ്. പല പല പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. തന്റെ മകൻ മിനാട്ടോ പെട്ടെന്നൊരു ദിവസം മുതൽ വിചിത്രമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് അവന്റെ അമ്മ അതിന്റെ കാരണം അന്വേഷിക്കുകയും അതിന്റെ കാരണം അവന്റെ അധ്യാപകനാണെന്ന് അറിയുകയും ചെയ്യുന്നു. ശേഷം മുതൽ ആ അമ്മയുടെയും അധ്യാപകന്റെയും മകന്റെയും പെർസ്പെക്റ്റീവിലാണ് കഥ വികസിക്കുന്നത്. മാതൃസ്നേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്, ഗുരുസ്നേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്, സൗഹൃദത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്ലോ പേസിൽ പോകുന്ന നല്ല ഒരു സിനിമ. ഇതിന്റെ സ്ക്രിപ്റ്റാണ് നമ്മളെ കൂടുതൽ എൻഗേജിങ് ആക്കുന്നത്. ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമേ അതൊക്കെ കാണാറുള്ളൂ. പക്ഷേ ആ ഇൻസിഡന്റിലെല്ലാം ഇൻവോൾവ് ആവുന്ന ഓരോ വ്യക്തിക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പെർസ്പെക്റ്റീവ്. നമ്മളാൽ കഴിയും വിധം പറ്റുമെങ്കിൽ ആ പെർസ്പെക്റ്റീവും തിരിച്ചറിയണമെന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോ, അടിപൊളി ഒരു സിനിമ. മൂന്നാമതായിട്ട് കണ്ടത് ഇറാൻ ഫിലിമായ എൻലെസ് ബോർഡേഴ്സ് ആണ്. എല്ലാ കൊല്ലവും ഫിലിം ഫെസ്റ്റിവലിന് ഇതുപോലെ അഭയാർത്ഥികളുടെ സിറ്റുവേഷൻസ് ഒക്കെ പറയുന്ന 1-2 സിനിമകൾ വരാറുണ്ട്. പിന്നെ ജൂതന്മാരുടെ വേൾഡ് വാറിന്റെ സമയത്ത് സിറ്റുവേഷൻസ് ഒക്കെ പറയുന്ന സിനിമകളും വരാറുണ്ട്. എന്തായാലും എൻലെസ് ബോർഡേഴ്സ് മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു. നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഫിലിം കാണുന്ന ഒരു ഫീലായിരുന്നു എൻലെസ് ബോർഡേഴ്സ്. ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ബോർഡറിൽ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അഹമ്മദ് എന്ന് പറയുന്ന ടീച്ചർ കുറച്ച് അഭയാർത്ഥികളെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഹെൽപ്പ് ചെയ്യുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. പിന്നീട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രണയം എന്ന വികാരം യൂസ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ് നമ്മൾ സിനിമയിൽ കൂടുതലും എൻഗേജിങ് ആവുന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം പ്രണയം ഒന്നുമല്ല, പ്രണയിക്കുന്നവർ അവരുടെ സർവൈവ്. 2 തരം പ്രണയവും പലതരം കാഴ്ചപ്പാടുകളും നമുക്ക് ഈ സിനിമയിൽ കാണാം. പിന്നെ പേഴ്സണലി എനിക്ക് ഈ സിനിമയുടെ എൻഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻഡിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്വിസ്റ്റ് ഒക്കെയുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എൻഡിങ് ഒന്നുമല്ല. പലർക്കും പല രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻഡിങ്. പിന്നെ ഈ സിനിമയിൽ ഒരു സീനുണ്ട്. അഹമ്മദ് വന്നിട്ട് ബാലാജിയുടെ അമ്മയോട് അവനെന്താ ഭ്രാന്താണോ, അവനെന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ബാലാജിയുടെ അമ്മ ഒരു കൂസലും ഇല്ലാതെ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. തിയേറ്ററിൽ ഭയങ്കര കൈയടിയായിരുന്നു ആ സീൻ. എന്തായാലും നല്ലൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നാലാമതായിട്ട് കണ്ടത് കോബ്വെബ് എന്ന് പറയുന്ന ഒരു കൊറിയൻ സിനിമയായിരുന്നു. ഒരു നൈസ് പടം, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഈ IFFKയിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്ത് കണ്ട സിനിമ കോബ്വെബ് ആയിരുന്നു. നമ്മുടെ മെമ്മറി ഓഫ് മദർ, പാരാസൈറ്റിലൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പുള്ളിയില്ലേ, പാരാസൈറ്റിൽ ലോ ക്ലാസ് ഫാമിലിയിലെ അച്ഛൻ വേഷമൊക്കെ ചെയ്ത പുള്ളിയാണ് ഈ സിനിമയിലും മെയിൻ ആയിട്ട് വേഷം കൈകാര്യം ചെയ്യുന്നത്. കിം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ വേഷമാണ് പുള്ളി ചെയ്തത്. സിനിമയുടെ കഥ ഇങ്ങനെയാണ്: 1970 കാലഘട്ടത്തിൽ മുടങ്ങിപ്പോയ ഒരു സിനിമ, ഡയറക്ടർ മരിച്ചുപോയത് കാരണം മുടങ്ങിപ്പോയ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വീണ്ടും ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ് ഈ കിം എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുൻപ് അഭിനയിച്ചവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു 2 ദിവസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു. ആ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് മുതൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയാണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും തീർച്ചയായും രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടുനോക്കുക. അഞ്ചാമതായിട്ട് കണ്ടത് ഗൊണ്ടോള എന്ന് പറയുന്ന ജർമ്മൻ മൂവിയാണ്, സൈലന്റ് മൂവി. കഴിഞ്ഞ പോലെ ഇതുപോലൊരു സൈലന്റ് മൂവി കണ്ടു. ബ്രായ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. നല്ല ഗംഭീര സിനിമ. നമ്മളെ ഒരുപാട് രസിപ്പിച്ചുകൊണ്ട് പിടിച്ചിരുത്തുകയും വിഷ്വൽ ബ്യൂട്ടിയൊക്കെ ആയിട്ട് കഥ പറഞ്ഞ സിനിമയായിരുന്നു. ഈ സിനിമ ഫുള്ള് ഫ്രെയിമിന്റെ കളിയായിരുന്നു. ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഗംഭീര ഷോട്ടായിരുന്നു. അപ്പോൾ അതേ സംവിധായകന്റെ സിനിമ തന്നെയാണല്ലോ ഗൊണ്ടോള എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു സിനിമയുടെ ലെവലൊക്കെ പ്രതീക്ഷയാണ് ഗൊണ്ടോള കാണാൻ പോയത്. ചെന്നപ്പോൾ ഷോട്ടിന്റെ കാര്യത്തിലും ഫ്രെയിമിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. ബ്രായ് എന്ന സിനിമയെക്കാളും മികച്ചു നിന്നു ഷോട്ടിലും ഫ്രെയിമിലും ഒക്കെ. പക്ഷേ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ ചുമ്മാ അങ്ങ് കണ്ടിരുന്നു, അവസാനിപ്പിച്ചു, അത്ര തന്നെ. ബ്രായുടെ ആ ഒരു ലെവലിലൊന്നും വന്നില്ല. എങ്കിലും നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു. നല്ലൊരു മൂഡ് വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ നല്ലൊരു പ്രണയമൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. എന്തായാലും ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു വെക്കാം. നല്ലൊരു മൂവി തന്നെയാണ് ഗൊണ്ടോള.
ആറാമതായിട്ട് കണ്ടത് മീ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ഇറ്റാലിയൻ മൂവിയാണ്. മൂവി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് മൂവി, ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് കാസ്റ്റിംഗ്, അടിപൊളി ഒരു സിനിമയായിരുന്നു. യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാരുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കഥ പറയുന്ന സിനിമയാണ്. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ച് ത്രില്ലടിപ്പിച്ച് പിടിച്ചിരുന്ന അങ്ങനത്തെ ഒരു സിനിമയല്ല. ആ യാത്രയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അവരുടെ തരണം ചെയ്യൽ, അവർ ആ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. മികച്ചൊരു സിനിമ, നല്ലൊരു സിനിമ, തീർച്ചയായും കാണുക. സിനിമ കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ആ പയ്യൻ അവസാനം മീ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു പറയുന്ന ആ രംഗം, ആ രംഗം തരുന്ന ഒരു ഫീൽ ഉണ്ട്, അതൊരു വല്ലാത്ത അനുഭവമാണ്. തീർച്ചയായും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക മീ ക്യാപ്റ്റൻ. ഏഴാമതായിട്ട് കണ്ടത് ടൈഗർ സ്ട്രൈപ്സ് എന്ന് പറയുന്ന ഒരു മലേഷ്യൻ മൂവിയാണ്. 12 വയസ്സുള്ള സഫാൻ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായമാകാൻ തുടങ്ങുമ്പോൾ അവളുടെ ശരീരത്തിൽ ഒരുപാട് വിചിത്രമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. തന്നെ എല്ലാവരും ഒരു വികൃത ജീവിയായിട്ട് മുദ്ര കുത്തുമോ എന്ന് ഭയന്ന് അവൾ സ്കൂളിൽ നോർമലായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് കഥ. ഒരുപാട് എൻഗേജിംഗ് ഒന്നും ആയിരുന്നില്ല, എങ്കിലും കണ്ടിരുന്നു. അത്ര തന്നെ ഹൊറർ മൂഡായിരുന്നു, എങ്കിലും പേടിക്കാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കണ്ടിരിക്കാം, കുഴപ്പമില്ല, ഒരു നല്ല സിനിമ, അത്ര തന്നെ. എന്തായാലും ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ 7 സിനിമകളാണ് എനിക്ക് ഈ IFKയിൽ കാണാൻ പറ്റിയത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ വേറെയും ഉണ്ടായിരുന്നു, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിലെന്തായാലും സങ്കടമുണ്ട്. അടുത്ത കൊല്ലം മാക്സിമം മൂവീസും കാണണമെന്നാണ് ആഗ്രഹം. എന്തായാലും എനിക്ക് ഈ കൊല്ലം കാണാൻ കഴിഞ്ഞ ഈ 7 സിനിമകളുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം ഞാൻ കൂടുതൽ മൂവീസ് കണ്ട് കൂടുതൽ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും എത്തും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്.